ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ കബാബാണ്. കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റോടെ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ മസാലയൊക്കെ പുരട്ടി 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ചേർത്തിട്ടുള്ള മസാല 1 പാക്കറ്റ് ചിക്കൻ കബാബ് മസാല പൗഡറാണ്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് മാരിനേറ്റ് ചെയ്ത ശേഷം 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കയ്യിലുള്ള ഏത് ചിക്കൻ കബാബ് മസാല വെച്ചിട്ടും ഈ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മുട്ടയൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഓരോ പീസുകളായി ചേർത്ത് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ്റെ ഒരു വശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, അതിൻ്റെ അകവശമൊന്നും വെന്ത് കിട്ടില്ല. 10 മിനിറ്റ് വരെ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ചിക്കൻ കബാബാണത്. വളരെ ടേസ്റ്റിയും ജ്യൂസിയുമായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ. ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വേറെ കറികളൊന്നും തന്നെ ആവശ്യമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.